ഡിയർ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മുടെ കൃഷിയാണെങ്കിൽ ഡൽഹിയിലെ പ്രോജക്റ്റ് മുഴുവൻ നമുക്ക് നഷ്ടമായി. എല്ലാ സ്റ്റാഫുകളെയും വിളിച്ച് നന്നായി ദേഷ്യപ്പെടുന്നുണ്ട് കൃഷി. അത് കഴിഞ്ഞ് ദേവിജിയോട് പറയുന്നു, നമുക്ക് സിഗ്മ കമ്പനിയിലെ ആ പ്രോജക്റ്റെങ്കിലും നമുക്ക് സ്വന്തമാക്കണം, അല്ലെങ്കിൽ ആ ബലരാമൻ ഇതും കൂടി അടിച്ചെടുത്തുകൊണ്ട് പോയാൽ നമ്മുടെ ഇമേജ് അത്രയും തകരും ദേവിജി. അതുകൊണ്ട് ആ ബലരാമനെ അച്ഛനും അമ്മയും ഇപ്പോഴും കണ്ണടച്ച് വിശ്വസിക്കുന്നു. അവൻ കൊടും ചതിയനാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവന് മകൻ്റെ സ്ഥാനമാണ് അമ്മയും അച്ഛനും കൊടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ എന്നോട് തന്നെ ദേഷ്യമാണ് തോന്നുന്നത്. അപ്പോൾ ദേവിജി പറയാണ്, മോനെ, നമുക്ക് സിഗ്മ കമ്പനിയുടെ ആ പ്രോജക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് കൺമണിയാണ്. ആ കൺമണി ചെയ്താലേ ആ പ്രോജക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് ദേവിജി പറയുമ്പോൾ കൃഷിനും അറിയാൻ കൺമണി ഡിസൈൻ ചെയ്ത ആ പ്രോജക്റ്റ് വിജയിക്കുമെന്ന്. ആ ഡിസൈൻ വരയ്ക്കാൻ കൺമണിക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ദേവിജി പറയുന്നു. ഇത്രയും നാൾ അവൾ മാനസയുടെ തണലിലാണ് നിന്നിരുന്നത്. ഇനിയെങ്കിലും അവൾ നമുക്ക് വേണ്ടി ഒരു ഡിസൈൻ ചെയ്യുമോ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നത്. ഇത് ഇവർ സംസാരിക്കുന്നത് കൺമണിയുടെ അപ്പച്ചിമാർ നിന്ന് കേൾക്കുകയാണ്. ദേവിജി പറയുകയാണ്, കൺമണിയെ കൊണ്ട് ഡിസൈൻ വരയ്ക്കാൻ കൃഷി പറയുന്നു. അപ്പോൾ കൃഷി പറയുകയാണ്, ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കുകയില്ല, അനുസരിച്ച ചരിത്രവുമില്ല. അപ്പോൾ ദേവിജി പറഞ്ഞു, എങ്കിൽ ഞാൻ പറഞ്ഞു നോക്കാം ഡിസൈൻ ചെയ്യാൻ. രാമൻ നമ്മൾക്കൊരു എതിരാളി തന്നെയാണ്. ഇത് സാഗറിന് മനസ്സിലായിട്ടില്ല. സാഗറിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് കൃഷിനെ സമാധാനിപ്പിക്കുകയാണ് ദേവിജി. എന്നിട്ട് കൺമണിയെ കൊണ്ട് ഡിസൈൻ വരപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദേവിജി. അങ്ങനെ ദേവിജി പറയുന്നത് കൺമണി അനുസരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അലികയ്ക്ക് വേണ്ടി ഒരു അടിപൊളി ഡിസൈൻ കൺമണി വരയ്ക്കുകയാണ്. മനോജ് ആണെങ്കിൽ ബലരാമൻ്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ബലരാമൻ്റെ അമ്മ സുമിത്ര ചോദിക്കുകയാണ്, ആ മനോജ് ഇതുവരേക്കും കൺമണി നമ്മളെ VR ഡിസൈൻസിൽ ജോയിൻ ചെയ്തില്ല അല്ലേ എന്ന് ചോദിക്കുന്നു. മനോജിനെയും കൺമണിയും കണ്ടിട്ടാണ് ബലരാമൻ ഇങ്ങനെ ഒരു കമ്പനി തന്നെ രൂപീകരിച്ചത്. പക്ഷേ ഇനി കൺമണി ജോയിൻ ചെയ്തില്ല എന്നിങ്ങനെ വലിയൊരു ചതി ബലരാമനെ അറിഞ്ഞാൽ ബലരാമൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാന്ന് സുമിത്ര പറയുന്നു. ഇത്രയും നാൾ കണ്ട ബലരാമനെയല്ലേ താൻ ഇനി കാണാൻ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൺമണിയിൽ ജോയിൻ ചെയ്താൽ തനിക്ക് കൊള്ളാം എന്നുള്ള രീതിയിലുള്ള ഭീഷണി സ്വരമാണ് സുമിത്ര പറയുന്നത്. മനോജ് മനസ്സിൽ വിചാരിക്കുന്ന വല്ലാത്ത ഒരു ചതിയിലാണ് ഞാൻ പെട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ നല്ല ജോലിയെല്ലാം കളഞ്ഞിട്ടാണ് ബലരാമൻ്റെ കൂടെ കൂടിയത്. ജീവൻ പോലും എടുക്കാൻ മനസാക്ഷി ഇല്ലാത്തവനാണ് ബലരാമനെന്ന് മനോജ് മനസ്സിലാക്കുന്നു. അങ്ങനെ ബലരാമൻ മനോജിനെയും കാത്തിരിക്കുന്നു. അങ്ങനെ മനോജ് ബലരാമൻ്റെ അടുത്ത് എത്തുന്നു. അപ്പം ബലരാമൻ പറയുന്ന, കൺമണിക്ക് അർഹമായ ഒരു പരിഗണനയാണ് ഞാൻ കൊടുത്തത്. അതുകൊണ്ട് കൺമണി ഇനി അലികയ്ക്കോ മറ്റ് വേറെ കമ്പനിക്കോ ഡിസൈൻ ചെയ്യാൻ പാടില്ല എന്ന് ബലരാമൻ പറയുന്നു. കൺമണി ബലരാമൻ്റെ കമ്പനിയിലെ സ്റ്റാഫാണ്. അതുകൊണ്ട് ഇനി എനിക്ക് മാത്രം ഡിസൈൻ ചെയ്ത് തന്നാൽ മതി. അലികയ്ക്ക് ഇനി മേലാൽ ഡിസൈൻ ചെയ്ത് കൊടുക്കരുതെന്ന് കൺമണിയോട് പറയണമെന്ന് ബലരാമൻ മനോജിനോട് പറയുന്നു. അതിലൊരു വലിയ കുരുക്കിലാണ് മനോജ് പോയി പെട്ടിരിക്കുന്നത്. ഇനി ഈ കുരുക്കിലേക്ക് കൺമണിയെ കൂടി കൊണ്ടുപോകുമോ എന്നുള്ള ഭാഗങ്ങൾ